ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള പരിപ്പ് വട വീട്ടിൽ തയ്യാറാക്കിയാലോ? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഈ ക്ലാസ്സിന് 2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കഴുകി 5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചേക്കണതാണ്. പരിപ്പ് ജാറിനകത്തിട്ടൊന്ന് ചെറുതായി ഒന്ന് അരച്ചെടുക്കാം. പരിപ്പ് ഈ പരുവത്തിന് ചതച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകണ്ട, നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പരിപ്പ് ചതച്ചതിലേക്ക് ചേർക്കാനായിട്ട് 10 ചുള ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, ലേശം കരിയാപ്പല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുത്തതുപോലെ ഉരുളിയാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചതുപോലെ പ്രസ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. ഇനി കോരി എടുക്കാം. ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കൂടെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമ്മുടെ പരിപ്പ് വട റെഡിയായി. നല്ല ചൂടൻ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് പരിപ്പ് വട. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.